ഇന്നത്തെ ഒരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് പറയാനുള്ളത് കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കാൻ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ അത് എനിക്ക് ആദ്യത്തെ വീഡിയോ, എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ആദ്യത്തെ വീഡിയോ 2 വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ കാണാൻ തുടങ്ങി. ഒരുപാടൊന്നും ഇല്ലെങ്കിലും എന്നെ സംബന്ധിച്ച് ഒരു 50 പേര് എന്നെ കേട്ടാൽ തന്നെ നമുക്കതൊരു നല്ല കാര്യമാണ്. പിന്നെ കുറച്ച് 1-3-4 കമന്റ്സ് വരാൻ തുടങ്ങി കുറച്ച് വീഡിയോ കഴിഞ്ഞപ്പം. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവിടെയും ഇവിടെയും കണ്ടതും കേട്ടതും ഒന്നുമല്ല, നമുക്ക് ഫീൽ ചെയ്ത കുറെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ വെച്ചത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് എനിക്ക് പറയാൻ തോന്നിയതിന്റെ ഒരു 10% പോലും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടില്ല എന്നുള്ള ആ സത്യം. കാരണം നമുക്ക് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ഭയം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്ക് പറയുമ്പോ പറയാ നമ്മളെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് നമുക്കുള്ളത്. പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഭരണ സംവിധാനങ്ങളോ ആണോ ഇപ്പൊ നമുക്കുള്ളത്? ഇപ്പം നമ്മളെ നികുതി പണം കൊണ്ടാണ് നമുക്ക് ഇപ്പം ഇവിടുത്തെ പല ആൾക്കാരും, ഇപ്പം ചില ആൾക്കാർക്ക് എന്താ പറയാ, റോട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ചില ആൾക്കാരെ കാണാൻ പാടില്ല. പൊതുവേദികളിലാണെങ്കിലും ആരെങ്കിലും വരുന്ന സമയത്ത് അവരെ തള്ളി മാറ്റുക, അല്ലെങ്കിൽ ജനങ്ങളെ, കാരണം ജനങ്ങൾ രാജാവാണ്, ജനങ്ങളാണ് ഇവിടുത്തെ രാജാവ്. ഇവിടെ ഭരിക്കുന്ന ആൾക്കാരോ ഇവിടുത്തെ ഉയർന്ന വ്യക്തികളോ ഒന്നുമല്ല, ജനങ്ങൾ തന്നെയാണ് ഇവിടുത്തെ രാജാവ്. കാരണം ഞങ്ങളെ നികുതി പണം കൊണ്ടും ഇവിടുന്ന് അനധികൃതമായിട്ട് ഓരോ കാര്യങ്ങൾക്ക് വർദ്ധിപ്പിക്കുന്ന നികുതികൾ കൊണ്ട് തന്നെയാണ് ഇവര് സുഖമായിട്ട് ജീവിക്കുന്നതും. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ജനം കഷ്ടപ്പെടുന്നത്. ഇവര് ഓരോ സാധനങ്ങൾക്ക് പല ആൾക്കാരും, പല സമൂഹത്തിലിരിക്കുന്ന ഉന്നത വ്യക്തികൾക്കും രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും വേണ്ടി സുഖിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നത്. കാരണം എന്ത് വാങ്ങിക്കഴിഞ്ഞാലും നികുതി കൂടുതലാണ്, എല്ലാ സാധനങ്ങൾക്കും വില കൂടി. സാധാരണക്കാരെ സംബന്ധിച്ച് എന്ന് പറഞ്ഞത് 10 രൂപയ്ക്ക് വാങ്ങേണ്ട സാധനം 1 രൂപയ്ക്ക് വാങ്ങേണ്ട അത്രയും താഴ്ന്ന നിലവാരത്തിലേക്ക് പോവാതെ ഇതൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളെ അധ്വാനം അല്ലെങ്കിൽ നമ്മളെ പണം ഒക്കെ അത് ചിലപ്പം ഒരാളിൽ നിന്ന് 10 രൂപയോ 5 രൂപയോ ആയിരിക്കും കൂടുതലാവുണ്ടാവും. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കയ്യിൽ നിന്നാവുമ്പോൾ എത്ര രൂപയായി? എന്നിട്ട് വല്ല ഇലക്ഷനോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ഞാനൊരു ചാനൽ ചർച്ചയിൽ കണ്ടു ജഗതി സാറ് പറയുന്നത്, നമ്മളെ ഔദാര്യം, ഞാനും ചിന്തിച്ചു, അല്ല ഔദാര്യമല്ല, നമ്മളെ അർഹതപ്പെട്ടതാണെന്ന്. അപ്പം ഈ പ്രകടന പത്രികയും രാഷ്ട്രീയക്കാർ ഇറക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലുണ്ട് ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, എന്ന സർക്കാർ അത് ചെയ്തു, ഇത് എന്ത് ചെയ്തു? ഇവര് ചെയ്തത് എന്താണ്? നമ്മളെ പണം കൊണ്ട് നമുക്ക് തന്ന് പലപ്പോഴായി നമ്മളെ കയ്യിൽ നിന്ന് നികുതി പിടിച്ച പണം കൊണ്ട്, അല്ലാതെ ഇവർക്ക് ദൂർത്തടിക്കാനും അമേരിക്കയിൽ പോവാനും ചികിത്സിക്കാനും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും, ഞാൻ ഒരു പാർട്ടീനെ പറയുന്നതിന് എല്ലാ പാർട്ടികളും പ്രകടനം നടത്താനും എലക്ഷൻ വരുമ്പോൾ പാർട്ടി ഫണ്ട് എന്ത് വേണമെങ്കിലും ഇതിൽ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. നല്ല സമൂഹത്തിൽ ഉയർന്ന വ്യവസായികളും ഈ വ്യവസായികളും ഈ വ്യവസായങ്ങളും എന്തും ജനങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എന്തും ഒരു കുഞ്ഞു സാധനമാണെങ്കിലും എന്തുവാണെങ്കിലും ജനങ്ങള് കസ്റ്റമേഴ്സ് ആയിട്ട് അവിടെ പോയി, ഇനിയിപ്പം വലിയ ഫാക്ടറികളിലുള്ള ആളാണെങ്കിലും അത് സപ്ലൈ ചെയ്യണ ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്, അവിടുത്തെ ആൾക്കാരും എങ്ങനെയാണെങ്കിലും ഇത് ജനങ്ങളോണ്ടാണ് എല്ലാവർക്കും കാര്യം ഇതുണ്ടാവുന്നത്. പക്ഷെ എന്താ പറയാ, നമ്മളാണ് ഇവിടെ വലിയ ആൾക്കാർ. എന്നിട്ട് പോലും എന്താ പറയാ, നമുക്ക് പല ആൾക്കാർക്കും തുറന്നു പറയാൻ എന്താ പറയാ, ഒരു ഇതുമില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ, അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പല കേസുകളിലും കൊടുക്കുക, അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാക്കുക. എന്തിനാണ് ജനങ്ങളെ ഭയപ്പെടുന്ന? എന്തിനാ? ആരെങ്കിലും എന്തെങ്കിലും തുറന്നു പറയുമ്പോൾ എന്തിനാണ് പേടിക്കുന്നത്? തെറ്റുകൾ തിരുത്തിയിട്ടാണ് ജീവിക്കേണ്ടത്. ഇപ്പം നല്ലൊരു പാർട്ടിയാണ്, എന്തുകൊണ്ടാണ് ഈ തുടർഭരണം കിട്ടിയിട്ടുണ്ടാവുക? അത്രയും നല്ല പാർട്ടി ആയതുകൊണ്ട്. പക്ഷെ ഇതിൽ ഇപ്പം ഒരു പ്രസ്ഥാനത്തിൽ അധിഷ്ഠിതമായ പാർട്ടിയാണ് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി. അതിനൊരു പ്രസ്ഥാനമുണ്ട്, അതിന് ചില മൂല്യങ്ങളുണ്ട്, നല്ല ആശയങ്ങളുണ്ട്. പക്ഷെ ഇതിലൊക്കെ നിലനിന്നുകൊണ്ടാണോ ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്? ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇപ്പം എല്ലാ ആൾക്കാരും ശരിയാണ്, എന്താ പറയാ,
ചക്കര കൊടുത്ത് കൈയിട്ട് നക്കാത്തവരാരില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്തും നമ്മൾ ഇത് എങ്ങനെ ഉണ്ടായ പണമാണ്, ഇതാ എവിടുന്ന് കിട്ടിയ പണം? നമ്മൾ ഒരു 1000 രൂപ എടുക്കുമ്പോൾ ഒരു 10 രൂപയെങ്കിലും അർഹതപ്പെട്ടവന്. ഇപ്പം പിന്നെ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായടുത്ത് ഇത്രയും കോടികൾ കിട്ടിയെന്ന് പറഞ്ഞു. ഈ കോടികൾ എന്തുകൊണ്ട് ഇന്ന് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവുന്നു? ഈ കോടികള് ദുരിതാശ്വാസ ഫണ്ടിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് വീടാവുന്നില്ല? എത്ര സംഘടനകള് വീട് വെച്ചിട്ട് താക്കോല് കൊടുത്തു. എന്തുകൊണ്ടാണ് ഇത് മാത്രം ഇവരെ കയ്യിൽ നിന്നുള്ള മാത്രം? ഇതിന്റെ പേപ്പർ ശരിയാക്കേണ്ടത്, ഇതിന്റെ വർക്കുകൾ ശരിയാക്കേണ്ടതും എല്ലാ കാര്യങ്ങളും ശരിയാക്കേണ്ടത് ഇവര് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവര് വിചാരിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ഞാനും ഞങ്ങളിങ്ങനെ ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോ പുള്ളി ചോദിക്കണ്ടായി, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ചോദിക്കണ്ടായി, അതെന്താണ് അവര് ഒരു ഇപ്പം ഇതിന്റെ മുഖ്യ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ചീഫായിട്ടുള്ള ആൾക്ക് ഒരു ഉത്തരവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേപ്പർ വരൂലേ? അപ്പൊ നമുക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്, ചെയ്യാൻ അവസരങ്ങളുണ്ട്. നമുക്ക് ജനങ്ങൾ അവസരങ്ങൾ വീണ്ടും വീണ്ടും തന്നു, നമ്മൾ എന്ത് ചെയ്തില്ല? വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല. വളരെ നല്ലതായ ഒരു പാർട്ടിയും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർട്ടിയും ഒരു നാശത്തിന്റെ വക്കിലേക്കാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഈ പാർട്ടിക്കാരാണെങ്കിലും വ്യക്തികളെയല്ല, പ്രസ്ഥാനത്തെയാണ് അല്ലെങ്കിൽ പാർട്ടീനെയാണ് നിലനിർത്താൻ നോക്കേണ്ടത്. അപ്പൊ ഒരുപാട് വിഷമം കൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. ഇതിപ്പം നമുക്ക് രാഷ്ട്രീയം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ രാഷ്ട്രീയമല്ല, എല്ലാവർക്കും തോന്നുന്ന ആൾക്ക് വോട്ട് ചെയ്യുന്നു. രാഷ്ട്രീയം ഇല്ലാന്നും പറയണില്ല. ചില ആൾക്കാർക്ക് രാഷ്ട്രീയം ഉണ്ട്. എന്താ വെച്ചാല് ഇപ്പം ഒരു 10, 50, 60 വയസ്സും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അയാളിപ്പോ ഒരു പാർട്ടിയിലായിരിക്കും. അയാൾ ഇനിയിപ്പം ഈ പാർട്ടി എന്ത് നെറുകേട് ചെയ്താലും ആ പാർട്ടിയിൽ തന്നെ അയാൾ നിൽക്കും. അത് എന്തുകൊണ്ടാ വെച്ചാല് അയാള് കാലങ്ങളായിട്ട് ആ പാർട്ടിയിലായിരുന്നു. അപ്പം എന്താ പറയാ, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. ഇതിൽ ആർക്കെങ്കിലും എന്നോട് ദേഷ്യം തോന്നിയാലും പ്രശ്നമില്ല. കാരണം ഞാൻ ഇതിനു വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഒരു ചാനല്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രം. ഇത് നിങ്ങൾക്ക് എന്നോട് യോജിക്കാതിരിക്കുക, എനിക്ക് അറിവുണ്ടോ അറിവില്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, എന്തും ചെയ്യാം. അതൊന്നും ഞാൻ മൈൻഡ് ആക്കണില്ല. കാരണം അപ്പം നിങ്ങള് ഇത് ഇഷ്ടമുള്ളവർ കാണാം. എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മള് എന്തെങ്കിലും ഇനിയും നമ്മൾ മണ്ടന്മാരാകാതെ ഒരു തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്ന സിറ്റുവേഷൻ നമുക്ക് കിട്ടുമ്പം നമ്മള് എന്താ പറയാ, നമുക്കും ഇതിൽ എന്തെങ്കിലും വേണം. നമ്മൾ ഒരിക്കലും അടിമകളല്ല, നമ്മളാണ് ഇവിടെ രാജാക്കന്മാര്, നമ്മളാണ് രാജാക്കന്മാര്. ആ ഓർമ്മ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവുക.